ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ യൂണിഫോമിൻ്റെ ഒക്കെ തിരക്കായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇത് ചെറിയ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പും ഒരു പാൻറ്റുമാണ് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അളവുകളൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യുക, ഒരു സ്റ്റോറിങ്ങൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതും കേട്ടുകാണ്ട് അങ്ങനെ ഇത് കണ്ടോളി. അളവൊക്കെ നിങ്ങൾ ടാപ്പിൽ നിന്നൊക്കെ മനസ്സിലാക്കിക്കോളി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻ്റാണ്ട് ഇട്ടോളി. അപ്പം ഞാൻ അതിന് റീപ്ലൈ തരൂ കേട്ടോ. പണ്ടൊക്കെ ഈ ശിഷ്യന്മാർ ഗുരുനാഥന്മാരെ കൂടെ തന്നെ നിന്നുകാണ്ട് പഠിക്കല്ലായിരുന്നോ? അങ്ങനെ പഠിച്ചുകാണ്ട് ഉള്ളൊരു കുട്ടീനെ കേട്ടോ. ഈ കുട്ടി ഉണ്ടല്ലോ ഭയങ്കര മടിയനേന് കേട്ടോ. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ഇന്ന് ചെയ്യുക, അല്ലെങ്കിൽ നാളെ ചെയ്യുക, മറ്റന്നാളെ ചെയ്യാറുണ്ട് അങ്ങനെ മാറ്റിച്ചുകൊണ്ടിരിക്കും. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കുട്ടി മാത്രം ബാക്കിലേക്കാരം, മറ്റുള്ള കുട്ടികളൊക്കെ മുന്നിലേക്ക് പോകും. എല്ലാ കാര്യത്തിനും ഈ കുട്ടി ബാക്കിലാണ്. ശിഷ്യന് ഇങ്ങനെ ആകുമ്പോഴേ ഗുരുവിനും ഉണ്ടാവില്ല ഒരു സങ്കടം, എൻ്റെ കുട്ടി ഇപ്പം എങ്ങനെയാണല്ലോ, എന്താ ഇപ്പം ഇത് എന്നുള്ളത്. ഇപ്പം മാത്രം ഇപ്പം എങ്ങനെ ആയാലേ ഒരാൾ കേടെന്നാൽ പിന്നെ പേരിനെ അത് ബാധിക്കുമല്ലോ എന്ന് കരുതിക്കാണ്ടേ ഗുരു എന്ത് ചെയ്തു, ശിഷ്യനെ നന്നാക്കാൻ വിചാരിച്ചു. എങ്ങനെ നന്നാക്കിയതെന്ന് വെച്ചാലേ ഈ ഗുരു ഒരു ദിവസം പറഞ്ഞു, ഒരു കറുത്ത കല്ല് അവൻ്റെ കൈക്കലാണ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, നാളെ വൈകുന്നേരം വരുള്ളൂ. അപ്പോൾ എന്താ ഈ കറുത്ത കല്ലുണ്ടല്ലോ അത് ഇതൊന്ന് സൂക്ഷിച്ച് വെച്ചാളെ, ഈ കല്ലിനൊരു പ്രത്യേകത ഉണ്ട് എന്ന്. എന്താ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞ്, ഈ കല്ല് ഇരുമ്പുമ്പം അങ്ങോട്ട് വരുത്തിയാൽ ആ ഇരുമ്പ് അങ്ങോട്ട് സ്വർണ്ണമാകുന്നു. പക്ഷെ എനിക്കൊരു കാര്യമില്ല കേൾക്കേണ്ടത്, നാളെ വൈകുന്നേരം വരെ അതിൻ്റെ സമയമുള്ളൂ കേട്ടോ. ഞാൻ നാളെ വൈകുന്നേരം അങ്ങോട്ട് വരും, അപ്പം ആ കല്ല് തിരിച്ചേൽപ്പിക്കും വേണം, അല്ലെങ്കിൽ ഞാനത് വാങ്ങിക്കുന്നു പറഞ്ഞു. എന്നിട്ട് ഈ ഗുരു ആണെങ്കിൽ ആണ് പോവുകയും ചെയ്തു. ശിഷ്യനാണെങ്കിൽ വിചാരിച്ചു, ഇനിയിപ്പം നമുക്ക് ചുളിവിൽ പണക്കാരനാവാം, ഇനിയിപ്പോൾ ഇത് പഠിച്ചേണ്ടൊന്നും ആവശ്യമില്ലല്ലോ, പണം ഉണ്ടാക്കാനല്ല ഇപ്പം നമ്മളിതൊക്കെ പഠിച്ചേണ്ടത്, അപ്പം ഇനി പഠിച്ചൊന്നും മാണ്ടി വരില്ല, ഞാൻ കുറേ പണം ഉണ്ടാക്കുന്നു. ഗുരു പോണ്ടതെന്ന് നോക്കി നിന്നുകാണ്ട് ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കാണ്ട് കുറച്ച് നേരം അങ്ങ് നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഇങ്ങനെ വിചാരിച്ചു, ഇവിടെ ഒന്നും ഇപ്പം ഇരുമ്പ് കാണില്ല. അപ്പം അങ്ങാടിയിൽ പോയിക്കാണ്ടേ അവിടെ ഉണ്ടാവും കുറച്ച് സ്ക്രാപ്പ് ചെയ്തിട്ടുള്ള ഇരുമ്പാളുണ്ടാവില്ലേ, അതുണ്ടാകും. അപ്പം അതൊക്കെ വാങ്ങിക്കാണ്ട് നമുക്ക് അതൊക്കെ അങ്ങോട്ട് സ്വർണ്ണമാക്കുക, എന്നാൽ കുറേ സ്വർണം കിട്ടുമല്ലോ എന്ന്. അപ്പം അതിനും വേണ്ടിയിട്ട് അങ്ങാടിക്ക് പോകണം. അപ്പം അങ്ങാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വൈകുന്നേരം ആയിക്കണ്, ഇരുട്ടാവാനും തുടങ്ങിയിരിക്കണു. അപ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ ഇന്നിപ്പം അങ്ങോട്ട് ഭക്ഷണം കഴിച്ച് കാണാണ്ട് ഉറങ്ങുക, എന്നിട്ട് നാളെ നേരം വെളുത്തങ്ങോട്ട് ചൂടേക്കാനെ പൊയ്ക്കാണ്ട് അങ്ങാടി പോയിക്കാണ്ടാണ് മാങ്ങ, എന്നിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഇവൻ അങ്ങനെ കിടന്നുറങ്ങി. നേരം രാത്രിക്ക് ഇങ്ങനെ സ്വപ്നം കണ്ടുകാണ്ട് ഉറങ്ങിയേ, നാളെ ഞാൻ നേരം വെളുത്താൽ അങ്ങാടിക്ക് പോകും, എന്നിട്ട് ഞാൻ ഇരുമ്പ് വാങ്ങിക്കാണ്ട് ദിമ്മ വെച്ച് കാണ്ട് വരുതും, കല്ല് വെച്ച് കാണ്ട് വരുതും, അപ്പം അത് സ്വർണ്ണമാകും, അപ്പം ഞാൻ വലിയ പണക്കാരനാകും. ഇവൻ ഫുള്ള് സ്വപ്നം തന്നെ. അവസാനം നേരം വെളുക്കാനും പെട്ടെന്ന് ഉണ്ടാവുമല്ലോ, കാരണം സ്വപ്നം അങ്ങോട്ട് കാണല്ലേ. നേരം വെളുത്ത് നീച്ച് നോക്കുമ്പോഴോ ഇവന് ചായ കുടിച്ചിട്ടാണ് പോകാൻ നിർത്തി. ചായ കുടിച്ചപ്പോൾ കരുതി ഇനി പിന്നെ കുറച്ചു നേരം കൂടി സമയമുണ്ട്, വൈകുന്നേരമല്ലേ, അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനൊക്കെ പോയിക്കാണ്ട് കുറച്ചു നേരം കൂടി ഒന്നും കടക്കാരുതിക്കാണ്ട്, അപ്പോൾ ഉച്ചക്ക് പോകാമെന്ന് കരുതിക്കാണ്ട് അങ്ങനെ ചായ കുടിച്ചുകൂടെയൊക്കെ പിന്നെ അവൻ കടന്നു. ആ കടത്തത്തിൽ നല്ല ഉറക്കം അങ്ങോട്ട് ഉറങ്ങി. ആ ഉറക്കം ഉറങ്ങിക്കാണ്ട് പിന്നെ നീച്ച് നോക്കുമ്പോൾ നേരം കുറേ ഇരിക്കണു. അപ്പോത്തിന് ഗുരു വരാനുള്ള നേരം ഇരിക്കണ്. ഇനിയിപ്പോൾ എത്താ റബ്ബേ കാട്ടുകരുതിക്കാണ്ട് ഓൻ വേഗം ഓടിക്കാണ്ട് പോകുകയാണ് അങ്ങാടിക്ക്. പോകാൻ നേരത്തുണ്ട് ഗുരു അങ്ങനെ കയറിയിരുന്നു. ഗുരു പറഞ്ഞു, എൻ്റെ കല്ലോടെ ചോദിച്ചു. കല്ല് ഇവിടെ ഉണ്ട്, പക്ഷെ ഞാനൊന്ന് അങ്ങാടി പോയിക്കാണ്ട് വരാം, എന്നിട്ട് നിങ്ങൾക്ക് കല്ല് തരാറ്. അപ്പോൾ അത് പറ്റൂല, എനിക്ക് ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇന്ന് വൈകുന്നേരം വരെ സമയം തന്നെ നോക്കണു, എന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ടേ ഇനി ആ കല്ല് ഞാൻ എനിക്ക് തരൂല, ഇത് എനിക്ക് ഞാൻ തരേണ്ട ഒരു ശിക്ഷയാണ് എന്ന് പറഞ്ഞു. അപ്പം ഈ ശിഷ്യനെ ആകെ ഇങ്ങോട്ട് അജത്തടാന്നായിട്ടോ. ഇനിയിപ്പോൾ എത്താ കാട്ടുക, ഒന്നും കാട്ടാൻ പറ്റല്ലോ, കാരണം ഗുരു ആണെങ്കിൽ ഓൻ്റെ അടുത്ത് നിന്ന് ആ കല്ലും വാങ്ങി വെച്ചു. അപ്പോൾ ഇനി ഓനെന്ത് വേണം, ഓന് പഠിച്ചുണ്ടാക്കിക്കാണ്ട് നല്ലോണം നയിച്ചുണ്ടാക്കിക്കാണ്ട് പണക്കാരനാവാനേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം ഇത്രയും ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ടേ ഓന് ഒന്നും വേണ്ടാതെ
ഓൻ എന്ത് ചെയ്തു കടന്നുറങ്ങി കാണാൻ കഴിച്ചില്ലേ. അപ്പോൾ ഓൻ ആകെ ഇങ്ങോട്ട് സങ്കടമായി കേട്ടോ. എന്നിട്ട് പിന്നെ ഓൻ എന്ത് ചെയ്തു പറയാം, നല്ലോണം പഠിച്ച് നല്ലോണം പണിയെടുത്ത് കണ്ട് തന്നെ ഓനങ്ങോട്ട് നന്നായി. പിന്നെ ഒരിക്കലും ഓൻ മടി കാട്ടിയിട്ടില്ല. അത് ആ കാര്യം ആലോചിച്ചിട്ട് എപ്പോഴും എനിക്ക് സങ്കടം തന്നെ. പിന്നെ ഓനങ്ങോട്ട് നന്നായി. അപ്പേ ഇതിപ്പോൾ നിങ്ങളോട് പറയാൻ വെച്ച കാര്യം എന്താ വെച്ചാൽ, മടിയൊന്നും കാട്ടണ്ട മക്കളെ. ആകെ കുറച്ചുള്ളൂ ജീവിതം. ആ ജീവിതത്തിലേ നമുക്ക് പറ്റാവുന്ന അത്രയും നമ്മൾ എടുത്തുകാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ഉണ്ടാക്കിക്കാണ്ട് നമ്മളെ മക്കളെ നോക്കിക്കാണ്ടേ നല്ല സുഖത്തിൽ നല്ല കോലത്തിൽ നല്ല ആരും വെറുപ്പിച്ചാതെ അങ്ങോട്ട് ജീവിച്ചാൽ അതിനൊക്കൂല നമ്മളെ ജീവിതം, നമ്മളെ സന്തോഷവും. അതിന് പഠിച്ചോന് ആരോഗ്യ ആയുസ്സൊക്കെ തരട്ടെ. ആമീൻ പറയും മക്കളെ. കഥ പറഞ്ഞ് നമ്മളെ കട്ടയിലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ സ്ലീവാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ലീവൊക്കെ കട്ട് ചെയ്യണത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു നോക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കഥയൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക്. അപ്പം ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, അതിങ്ങോട്ട് ഒന്ന് കുഴിച്ചു കാണ്ടും കൂടിയും കട്ട് ചെയ്താൽ നമ്മളെ പണിയോടെ കഴിഞ്ഞു. പിന്നെ നെക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കാണ്ട് ഈ ഒരു മഞ്ഞ സാധനം നോക്കണോ, അത് നമ്മളെ കൈ വരക്കണതാണ് കേട്ടോ. കൈയിൻ്റെ ആ ഭാഗം വരക്കണതാണ്. അതിനി പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. ഇങ്ങനെ ഒരു സാധനം കിട്ടും നിങ്ങൾക്ക്. എന്താണ് നമ്മളെ സ്ലീവ് വരക്കണ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ തന്നെ ഈ ബട്ടൺ ഹൗസിലൊക്കെ ചെന്നാൽ കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവില്ല. അപ്പോൾ അതെടുത്തുകാണ്ട് വാങ്ങിക്കാണ്ട് പോരാ. വല്ലാതെ ഇടങ്ങാറുള്ളവർക്ക്. അല്ലെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു 2.5-3 ഇഞ്ചോ താഴ്ത്തിക്കാണ്ട് ഇങ്ങനെ കുഴിച്ചുകാണ്ട് എന്നിട്ട് വരച്ചെടുത്താൽ മതി. എന്നാലും നല്ല നിലക്കനെ കിട്ടും. പിന്നെ അറിയാത്തവർക്കും വേണ്ടിയിട്ട് മാത്രം അത് ഇങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ ഇതിങ്ങനെ എന്നിട്ട് പിന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താണ്ടി, അല്ലെങ്കിൽ ഒന്ന് അടയാളം പെട്ട് കൊടുത്തും ചെയ്താണ്ടി ഏത് ഫ്രണ്ട് ഭാഗം കേട്ടോ. എന്നാൽ പിന്നെ സ്റ്റിച്ച് ചെയ്യണ നേരത്ത് ഒരു ഇടങ്ങേറും ഇവിടെ വരാണ്ടാവൂല. പിന്നെ ഇത് അതിൻ്റെ തന്നെ പാൻറ്റാണ്. അപ്പോൾ പാൻറ്റ് എങ്ങനെ ആയാലും നിങ്ങളിതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ വരച്ചു കൊടുത്താണ്ടി. അല്ലെങ്കിൽ ഞാൻ എന്താ അറിയോ, പിന്നെ നമ്മൾ അടിച്ചണ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ പിന്നെ ആ നടൻ്റെ ഭാഗത്തൊക്കെ അങ്ങോട്ട് ഇടങ്ങേറായിട്ടേക്കാരം പിന്നെ കാണേണ്ടത്. എന്നിട്ട് ഒരു 2 ഇഞ്ച് മേലെ നിന്ന് അങ്ങോട്ട് വിട്ടാണ്ടി. അത് അലാസ്റ്റിക്കിനാണ്. അപ്പോൾ അതങ്ങനെ ചെയ്തിട്ട് പിന്നെ ആ 2 ഇഞ്ചിൻ്റെ അവിടെ നിന്നുമാണ് നമ്മൾ പാൻറ്റിൻ്റെ ഫുള്ള് ലെങ്ത്തും എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് അത് എടുത്തുകാണ്ട് എത്രയാണ് ലെങ്ത്ത് വേണ്ടിയത് ആ ലെങ്ത്ത് എടുത്തുകാണ്ട് പിന്നെ അടിച്ചാനുള്ളത് കുറച്ചും കൂടെ വിടണം കേട്ടോ. അതായത് തയ്യൽ തുമ്പ് കുറച്ചും കൂടെ വിടണം. അത് നിങ്ങൾക്ക് എത്ര മാണ്ടി വെച്ചെങ്കിൽ കുറച്ച് വീതിയിലാണ് മാണ്ടി വെച്ചെങ്കിൽ 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ ഉണ്ട് എടുത്തോളി. അല്ലെങ്കിൽ കുറഞ്ഞ വീതി മതി എന്ന് വെച്ചെങ്കിൽ ഒരു 1.5 ഇഞ്ചോ അങ്ങനെയൊക്കെ എടുത്തോളി കേട്ടോ. എന്നിട്ട് അതാണ് വരച്ചാണ്ടി. എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ആദ്യമൊക്കെ അളവെടുത്ത അളവിലാണ് കട്ട് ചെയ്യരുത്. അതിൻ്റെ അപ്പുറത്തേക്ക് വരച്ചിട്ടുണ്ട്. പിന്നെ മടക്കി അടിച്ചാലുള്ള ആ ഭാഗം കൂടി എടുത്തുകൊണ്ട് അടിച്ചണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചു കേട്ടോ. ഈ മടക്കി അടിച്ചുള്ള അടിഭാഗമേ, അതായത് നമ്മളെ എടുത്ത അളവിനേക്കാളും ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ ഒക്കെ നമ്മൾ ഏറെ എടുത്തില്ലേ, അവിടെ അങ്ങോട്ട് കട്ട് ചെയ്താൽ മതിയെന്നേ. പിന്നെ നമ്മളെ ഇത് ചെറിയ കുട്ടിക്കുള്ളതാണ് പാൻറ്റ് ഒക്കെ. അപ്പോൾ ഒരു 10 ഇഞ്ചൊക്കെ മതി വീതി കേട്ടോ. അപ്പോൾ തുണിയൊക്കെ അത്ര തന്നെ അവർക്ക് കിട്ടുള്ളൂ. യൂണിഫോമിൻ്റെ തുണിയല്ലേ സ്കൂളിൽ നിന്ന് കിട്ടുന്നതുമാണ്. അപ്പോൾ ആ കണക്കാക്കി കണ്ട് തന്നെ കരോല് തരുള്ളൂ, തോനൊന്നും തരൂല. അപ്പോൾ അതിനനുസരിച്ചൊക്കെ എടുക്കുക. പിന്നെ ഒരു 2 ഇഞ്ച് പിന്നെ എന്താണ് ആ സൈഡുക്കും കൂടെ വരച്ചു കൊടുത്താൽ ആ നടൻ്റെ ലൂസൊക്കെ കിട്ടിക്കോളും. അടിഭാഗവും അതേമാതിരി തന്നെ അതിൻ്റെ വീതിയൊക്കെ കണക്കാക്കിക്കാണ്ട് വല്ലാതെ വീതി വേണ്ട, എന്നാൽ പിന്നെ ഇല്ലാതൊക്കെ വേണ്ട, ആ ഒരു ലെവലിൽ വീതി എടുത്താൽ മതി കേട്ടോ. യൂണിഫോം അല്ലേ. വരച്ചൊക്കെ കഴിഞ്ഞാണ്ട് കട്ട് ചെയ്താണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളെ നട എല്ലാ കുട്ടികൾക്കും ചിലവർക്കൊക്കെ ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കണ കുട്ടികളുണ്ടാവും, കുറച്ചൊക്കെ തടിയും കൂടി ഉണ്ടാവുമ്പോഴേ. അപ്പോൾ അതിന് പിന്നെ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുന്നൊക്കെ കുറേ വീഡിയോയിൽ ഇട്ടേക്കണ് ആ ഒരു കോണായിട്ടുള്ള ഭാഗം പിന്നെ കട്ട് ചെയ്ത് കണ്ട് വെക്കണത്. അപ്പോൾ അതറിയാത്തവർക്കായിട്ട് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിൽ വീഡിയോ എടുത്തോക്കണമെന്നാണ് തോന്നുന്നത്. ഞാൻ എന്തായാലും കാട്ടിത്തരങ്ങൾക്ക്. ഇങ്ങനെ ഇങ്ങോട്ട് തുണി 4 എണ്ണം ആക്കിയാണ് മടക്കണം കേട്ടോ. 4 എണ്ണം ഉണ്ട് തുണി. ആ 4 തുണി ആക്കിയാണ്ട് നമ്മളിങ്ങനെ 4 ഫോൾഡാക്കിയാണ് അങ്ങനെ മടക്കൂലേ, അങ്ങനെ മടക്കുക കേട്ടോ. എന്നിട്ട് 2 ഇഞ്ച് വീതിയും പിന്നെ ഇത് കറക്റ്റാക്കി തന്നെ പിടിച്ചോണ്ടിട്ടോ. അല്ലെങ്കിൽ പിന്നെ കൊഞ്ചുകൊണ്ടേ കയറി നിൽക്കുക, പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലേ. അപ്പോൾ ഈ നേർക്കിന് എടുക്കുക കേട്ടോ.
എന്നിട്ട് പിന്നെ 2 ഇഞ്ച് വീതിയും ഒരു 10 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തുകാണ്ടേ അയക്ക് നേരിട്ടാണ് വരയ്ക്കുക. പിന്നെ ആ അടിഭാഗത്ത് ഒരു 1/2 ഇഞ്ചൊക്കെ ഇങ്ങോട്ട് വീതി വിട്ടാണ്ട് ഇങ്ങനെ കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വലിയ കൂർപ്പാക്കിയാണ്ട് ലേഖരം കിട്ടുക, അപ്പം നമുക്ക് അടിച്ചാൻ പറ്റൂലല്ലോ. അപ്പം അങ്ങനെ. അപ്പം ഇത് ചെറിയ കുട്ടിക്കായതുകൊണ്ടാണ് ഞാൻ ഇവിടെ 8 ഇഞ്ച് എടുത്തേക്കേണ്ടത്. വലിയ ആൾക്കാർക്ക് ഒരു ഇപ്പോൾ ഞമ്മക്കൊക്കെ 10 ഇഞ്ച് എടുക്കുക. ഈ ചെറിയ കുട്ടികൾക്ക് 8 ഇഞ്ച് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഓലെ നടൻ്റെ അവിടെ 10 ഇഞ്ചോ അല്ലെങ്കിൽ 11 ഇഞ്ചോ ഒക്കെ അല്ല അടിഭാഗത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 10 ഇഞ്ചും നമ്മൾ അളവ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അലാസ്റ്റിക്കിൻ്റെ അതൊറ്റം ഈ സാധനം ഉണ്ടാവില്ലേ, അപ്പോൾ അത് മാണ്ട കരുതിയിട്ടാണ് 8 ഇഞ്ച് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഒറ്റ വീതിമാണെച്ചെങ്കിൽ അങ്ങനെയും കൊടുക്കുക, അതിനൊന്നും കുഴപ്പമില്ല. കണ്ടോ, അപ്പോൾ ഇതേമാതിരത്തെ ഒരു പീസാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് നമ്മൾ അതിന് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് അടിക്കുക. ഇതേമാതിരി തന്നെ ഇതേപോലെ തന്നെ അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ നമ്മളെ ഈ പ്രൊഫഷണലായിട്ട് നമ്മൾ അടിച്ചേണ്ട ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ ഒരു ലോക്ക് മെഷീൻ എന്തായാലും വാങ്ങിക്കേട്ടോ. ഇങ്ങനത്തെ യൂണിഫോമൊക്കെ കിട്ടുമ്പോഴേ ഈ യൂണിഫോമിൻ്റെ തുണി പറഞ്ഞാൽ ഇങ്ങനെ വഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഇട വരുത്തണ്ട. പിന്നെ ഇതിപ്പോൾ വെട്ടേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ യൂണിഫോമിൻ്റെ കയ്യിന് പിന്നെ വെക്കാനാണ് കേട്ടോ. കയ്യിൻ്റെ ആ അടിഭാഗത്ത് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ചൊക്കെ വിട്ടുകാണ്ട് ഒരു പൈപ്പിങ് മാതിരി വരുന്നുണ്ട്. പിന്നെ 1/2 ഇഞ്ചിൻ്റെ ഒരു പൈപ്പിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാപ്പ് ഇതാക്കേണ്ടത്. പിന്നെ നമ്മൾ ബാക്കത്തെ നെക്ക് മാത്രമേ വെട്ടിയിട്ടുള്ളൂ, മുന്നത്തെ നെക്ക് വെട്ടിയിട്ടില്ല. പിന്നെ നെക്കിൻ്റെ വിടുത്ത് കണ്ടടിച്ചേണ്ട വീഡിയോ ഒക്കെ ഞാൻ അതിൻ്റെ മുന്നേ വിട്ടേക്കണു. എന്നാലും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. നമ്മളെ ചെസ്റ്റിൻ്റെ 6-ലൊരു ഭാഗമൊക്കെ പിന്നെ ആണ് നെക്കിന് നമ്മൾ വിടുത്തെടുക്കുക. പിന്നെ 12 ചെസ്റ്റിന് എന്നിട്ട് ആ ഒരു വിടുത്തിലെടുത്താൽ മതി. പിന്നെ ലെങ്ത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള മാതിരി എടുക്കുക. ചിലർക്ക് വൈഡായിട്ട് വേണ്ടി എന്നാലും വല്ലാതെ ഒന്നും വേണ്ട കേട്ടോ. കുട്ടികൾക്ക് ഒരു 4.5 ഇഞ്ചൊക്കെ ഉണ്ടായാൽ തന്നെ എമ്പാടുമാണ്. പിന്നെ ഇപ്പം ഈ കുട്ടിക്ക് ഞാനെടുത്തേക്കുണ്ട് 2 ഇഞ്ചും പിന്നെ ഒന്നും 2 ഇഞ്ചും 1 പോയിൻറ്റും അങ്ങനെയാണ് എടുത്തേക്കേണ്ടത്. അപ്പോൾ അതേമാതിരി തന്നെ ബാക്കിൻ്റെ ലെങ്ത്ത് ഒരു 3 കുറച്ചും കൂടി ഒരു 3 ഒരു 2 അങ്ങനെയാണ് എടുത്തത്. 3 ഇഞ്ചും ഒരു 2 പോയിൻറ്റും കേട്ടോ. അതേമാതിരി മുൻഭാഗത്ത് 4 ഇഞ്ചും 4.5 ഇഞ്ചും 4 ഇഞ്ചും പിന്നെ 5 പോയിൻറ്റും അങ്ങനെ കേട്ടോ. അങ്ങനെയാണ് എടുത്തേക്കേണ്ടത്. പിന്നെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ആ കൈ അങ്ങോട്ട് അടിച്ചൊഴിച്ചാണ്ട് എന്നാൽ പിന്നെ നമ്മളെ ബോഡി പാർട്ട് നമ്മൾ അടിച്ചുമ്പോൾ ഈസി ആയിട്ട് തന്നെ കച്ചും. എന്നാൽ പിന്നെ പാൻറ്റുമ്മക്ക് നോക്കും വേണ്ട. അപ്പം അങ്ങനെ പാൻറ്റും കൈയും കൂടി ഒപ്പാക്കി കാണാൻ അങ്ങോട്ട് അടിച്ചേട്ടോ. ഇതിങ്ങനെ ഒരു മോഡലാണ് ഓല യൂണിഫോമിൻ്റെ, ഇങ്ങനത്തെ മോഡലാണ് ഓല് തന്നിക്കേണ്ടത്. അപ്പം ഞാൻ അങ്ങനെ തന്നെ അടിച്ചു കൊടുക്കണ്ടേ. അപ്പം ഇങ്ങനെ ഒരു 3/4 ഇഞ്ച് ഇല്ലേനും എന്നാൽ 1/2 ഇഞ്ചിന് അങ്ങോട്ട് കടന്നും ചെയ്ത് പോകണം. അങ്ങനത്തെ ഒരു കോലത്തിൽ ഉള്ള ഒരു സ്ട്രാപ്പാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഒരു മോഡലല്ലേ, എന്താ ഇപ്പോൾ യൂണിഫോമിൻ്റെ മോഡലൊക്കെ. അപ്പം അങ്ങനെ പക്ഷെ നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ കളർ പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ പച്ചൻ്റെ പാൻറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ നല്ല കോട്ടൻ്റെ തുണി തന്നെയാണ് സംഭവം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക അതിൻ്റെ മേലെ കൂടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൈ കിട്ടും. അങ്ങനെ 2 കൈ കൊണ്ടുണ്ട് അടിച്ചു കൊടുത്താണ്ടി. പിന്നെ അപ്പോൾ അതുകൊണ്ട് കൈയിൻ്റെ പണി അങ്ങോട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പാൻറ്റിൻ്റെ രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. പാൻറ്റിൻ്റെ ആ ഒരു ഭാഗം നടൻ്റെ അവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് കാട്ടി തരണ്ടേ. പിന്നെ നട പൊട്ടാതിരിക്കാൻ ഇറങ്ങാണ്ട് ഒരു വീഡിയോ തന്നെ ഇട്ടേക്കണം കേട്ടോ. അതൊന്ന് പോയി കണ്ടാൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാലും ഇനിയിപ്പോൾ അത് കാണാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ ഇട്ടരാ കരുതിക്കാണ്ടാണ് ഇതാകണോ. ശരിക്കും കണ്ടോളി. ഇനി സംശയം ഉണ്ടാവാൻ പാടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കമൻറ്റിൽ അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞാനൊന്ന് പറഞ്ഞുതരും. ഒരു ഭാഗം അടിച്ചു കഴിഞ്ഞ് കാണ്ടേ പിന്നെ മറ്റേ ഭാഗത്തും അതേമാതിരി തന്നെ. ഇപ്പോൾ നമ്മളെ പാൻറ്റിന് മുന്നും ഉണ്ടാവും ബാക്കും ഉണ്ടാവും. അപ്പോൾ മുന്നിൽ ആദ്യം അടിച്ചാൽ പിന്നെ ബാക്കിൽ അടിച്ചാൽ, അല്ലെങ്കിൽ ബാക്കിൽ ആദ്യം അടിച്ചാൽ പിന്നെ മുന്നിൽ അടിച്ചാൽ. ഇനി അതിനൊരു സംശയം വേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചാൽ എന്നിട്ട് ഒന്ന് ലോക്കുള്ളവർ ലോക്കും ചെയ്ത് കൊടുത്താണ്ടി, അല്ലാത്തവരൊന്ന് പ്രസ്സടി കൊടുക്കുക പറയില്ല നമ്മൾ, അങ്ങനെ പ്രസ്സടിയും കൊടുത്താണ്ടി. പ്രസ്സടി മാത്രം കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ
പിന്നെ രണ്ടും അടിച്ചു കഴിഞ്ഞിട്ട്, അതായത് മുന്നും ബാക്കും ഒരുമിച്ച് വെച്ചപ്പോൾ 2 പീസല്ലേ കാരണം നമ്മളെ പാൻറ്റിനുണ്ടാവുക. അപ്പോൾ ആ 2 പീസും കൂടി ഒരുമിച്ച് വെച്ചുകൊണ്ട് അടിച്ചിട്ട് വേണം പ്രസ് അടി കൊടുക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും വല്ലാതെ ഇതാക്കണ്ട, നമ്മൾ അടിച്ചുകാണ്ട് ഒന്നും കൂടി പ്രസ് അടി കൊടുക്കൂലേ, അതന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പ്രസ് അടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി അങ്ങോട്ട് ജോയിൻ്റ് ചെയ്താൽ നമ്മളെ പാൻറ്റിൻ്റെ കാര്യം, ഇവിടുത്തെ ഈ ഒരു നിങ്ങൾക്ക് ഇടങ്ങേറുള്ള കാര്യം അത് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ രണ്ടും കൂടി അടിച്ചിട്ട് പിന്നെ നമ്മളെ അലാസ്റ്റിക് വെക്കണം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ആ മേലെ ഭാഗത്ത് ആ അലാസ്റ്റിക് ഇടണ ഒരു ഓട്ടം ഉണ്ടാക്കൂലേ, അതേമാതിരി അത് ആ പിന്നെ അരഭാഗം അങ്ങോട്ട് അടിച്ച് എടുക്കുക. അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടേ അതിൻ്റെ ഉള്ളിൽ ഇത് വരുന്ന മാതിരി, ഹോള് വരുന്ന മാതിരി അങ്ങോട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അടിഭാഗത്ത് കാലിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അത്ര തന്നെ ഉള്ളൂ. പിന്നെ അത് കൂട്ടിക്കാണ്ടും കൊടുക്കുക. നമുക്ക് അളവൊക്കെ നമുക്ക് അറിയണ്ടല്ലേ, അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഐഡിയ ഉണ്ടാവുമല്ലോ എത്ര മാണെന്നുള്ളത്. പിന്നെ ഞാനിവിടെ ഒരു 6 ഇഞ്ചാണ്, 6 ഇഞ്ചിലാണ് വെട്ടിയിട്ടുണ്ട്. 6.5 അതുകൊണ്ട് വെട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. എന്നിട്ട് പിന്നെ അതിലൊരു 1 ഇഞ്ച് വിട്ടുകാണ്ട് അങ്ങനെയാണ് കൊടുത്തേക്കേണ്ടത്. അപ്പോൾ ഒരു 5.5 കൊടുത്തേക്കേണ്ടത്. അതന്നെ എമ്പാടെ കരയിന് ചെറിയ കുട്ടിയല്ലേ, പിന്നെ കുറച്ചൊക്കെ ഒരു തടിയുള്ള കുട്ടിയാണ്, അതുകൊണ്ട് പിന്നെ പാകേക്കാരം. പിന്നെ ആ 2 പാൻറ്റും കൂടി വെച്ചുകാണ്ട് അടിച്ചുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് അളവ് അങ്ങോട്ട് തെറ്റും. അപ്പോൾ അതൊന്നും തെറ്റാതെ അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ വേണ്ടിയിട്ടോ. ഇനി ഇതിന് അലാസ്റ്റിക് ഇട്ട് കൊടുക്കണേ. അലാസ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തുകാണ്ട് അലാസ്റ്റിക്കും കൂട്ടി അടിച്ചുകാണ്ട് പിന്നെ ഒരു 4കോ 5കോ ഇട്ടുകാണ്ട് അതിൻ്റെ മേലെ ഒരു അടിയും കൊടുത്താണ്ട്, അപ്പോൾ അലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകൂല. ഇനി നെക്കിൻ്റെ കാര്യമാണ്. ഇതൊക്കെ ഞാൻ ഓടിച്ചിട്ടാണ് വിട്ടത് കേട്ടോ. ഇതിപ്പോൾ കുറേ സമയമായി. ഇപ്പോൾ നെക്കൊക്കെ ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ വട്ടം ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഓടിച്ചിട്ട് ഒന്നാണ് കാട്ടണേ ഉള്ളൂ. പിന്നെ കാണുന്ന പോലെ ഇതൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. ലൈക്കും ചെയ്താളി. ഇതൊക്കെ നിങ്ങളെ കണ്ട് അങ്ങോട്ട് പോകും. ലൈക്കും ചെയ്യൂല, സബ്സ്ക്രൈബും ചെയ്യൂല, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എന്താ ഇപ്പോൾ ഒന്ന് ആ സബ്സ്ക്രൈബിൻ്റെ ബട്ടണെന്നാണ് അമർത്തണേന് ഇപ്പം നിങ്ങൾക്ക് വരിക. ഒരാൾക്കൊരു ഉപകാരമല്ലേ, നിങ്ങളിപ്പോൾ ഇതൊന്നും ചെയ്താളി. അങ്ങനെ കൈയും ജോയിൻ്റ് ചെയ്ത് കൊടുത്തു, എല്ലാം ചെയ്തു. നമ്മളെ കൂട്ടിയടിച്ചലും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെ സ്റ്റിച്ചിങ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കണു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഒക്കെ കാണാം ഇൻഷാ അല്ലാഹ്. ബൈ.